സെറ. സെറയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോംപ്ലിമെന്ററി മാത്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് 4 ഇന്റഗ്രൽസ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇന്റഗ്രൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. സോ ഇന്റഗ്രേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സമ്മേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സമ്മേഷൻ എന്താണെന്ന് നോക്കാം. സോ കൺസിഡർ ദിസ് പ്രോബ്ലം. ഫൈൻഡ് സമ്മേഷൻ I equal to 1 to 4 AI. സോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മീനിങ് നമ്മൾ ഐയുടെ വാല്യൂ കൊടുക്കാം. സോ ഐക്ക് ആദ്യം നമ്മൾ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് I ഈക്വൽ ടു 1 ആണ്. സോ ഐയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A1 കിട്ടും. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് സെക്കൻഡ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ A2 പ്ലസ് A3 പ്ലസ് സമ്മേഷൻ നമുക്കുള്ളത് 1 to 4 ആണ്. സോ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് A4 ആയിരിക്കും. സോ സമ്മേഷൻ I ഈക്വൽ ടു 1 to 4 A എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് A1 A2 A3 A4 എന്താണ് നമ്മുടെ കയ്യിലുണ്ട്? സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 6. ഇതാണ് സമ്മേഷൻ I ഈക്വൽ ടു 1 to 4 A എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ I ഈക്വൽ ടു 1 to 4 I സ്ക്വയർ. സോ നമ്മൾ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ് പോവുക? 1 മുതൽ 4 വരെ പോകും. I സ്ക്വയർ ആണ് നമ്മൾ സം ചെയ്യേണ്ടത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ആദ്യം ഐയുടെ വാല്യൂ 1 കൊടുക്കാം, 1 സ്ക്വയർ പ്ലസ് പിന്നെ ഐയുടെ വാല്യൂ 2 കൊടുക്കാം, 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു 30. സോ സമ്മേഷൻ I ഈക്വൽ ടു 1 to 4 I സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് സമ്മേഷൻ K ഈക്വൽ ടു 2 to 5 K സ്ക്വയർ മൈനസ് K. സോ നമുക്ക് സമ്മേഷൻ ചെയ്യേണ്ടത് എന്താണ്? K സ്ക്വയർ മൈനസ് K ആണ് സമ്മേഷൻ ചെയ്യേണ്ടത്. സം വേരി ചെയ്യുന്നത് എന്തിനാണ്? K ഈക്വൽ ടു, അപ്പൊ Kക്കാണ് നമ്മൾ വാല്യൂസ് മാറി മാറി കൊടുക്കേണ്ടത്. സോ Kക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ വാല്യൂ എന്താണ്? 2 ആണ്. അവസാനത്തെ വാല്യൂ എന്താണ്? 5 ആണ്. സോ നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? Kക്ക് 2 കൊടുക്കാം. സോ 2 സ്ക്വയർ മൈനസ് 2. നെക്സ്റ്റ് Kയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് 3 സ്ക്വയർ മൈനസ് 3 പ്ലസ് 4 സ്ക്വയർ മൈനസ് 4 പ്ലസ് 5 സ്ക്വയർ മൈനസ് 5. സോ നമുക്ക് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സമ്മേഷൻ K ഈക്വൽ ടു 2 to 5 K സ്ക്വയർ മൈനസ് K എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 ആയിരിക്കും. സോ സമ്മേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ K ഈക്വൽ ടു, സോ Kക്കാണ് വേരിയേഷൻസ് വരിക 2 മുതൽ 5 വരെ. സോ എവിടെയൊക്കെ K ഉണ്ടോ അവിടെ 2 മുതൽ 5 വരെയുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം, സമ്മേഷൻ കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ സമ്മേഷൻ K ഈക്വൽ ടു 2 to 5 K സ്ക്വയർ മൈനസ് K എന്ന് പറയുന്നത്. സോ സമ്മേഷൻ നൊട്ടേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ I ഈക്വൽ ടു M to N AI. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഐയുടെ വാല്യൂ M മുതൽ N വരെ മാറി മാറി എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന A എന്താണോ അതിന് സമ്മേഷൻ എടുക്കാം. അതായത് AM പ്ലസ് AM പ്ലസ് 1 പ്ലസ് AM പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് A. ലാസ്റ്റ് ടൈം എന്താ വരിക? ഐയുടെ വാല്യൂ N വരെയാണ് വരിക. സോ ലാസ്റ്റ് ടൈം വരിക AN. സോ ഇതാണ് നമ്മുടെ സമ്മേഷൻ I ഈക്വൽ ടു 1 to N A എന്ന് പറയുന്നത്. ഇനി ഈ സമ്മേഷനിൽ എത്ര ടേംസ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ N മൈനസ് M പ്ലസ് 1 ടേംസ് ഉണ്ടാവും. അതായത് സമ്മേഷൻ I ഈക്വൽ ടു M to N AIയിൽ N മൈനസ് M പ്ലസ് 1 ടേംസ് ഉണ്ടാവും. സോ ഇതാണ് സമ്മേഷൻ നൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സമ്മേഷൻ, അതായത് സമ്മേഷൻ I ഈക്വൽ ടു M to N AI പ്ലസ് BI എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സമ്മേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് സമ്മേഷൻ I ഈക്വൽ ടു M to N AI പ്ലസ് സമ്മേഷൻ I ഈക്വൽ ടു M to N BI. ഇനി നമ്മൾ ഇന്റഗ്രേഷനിലും ഡിഫറൻഷിയേഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റിനെ സമ്മേഷനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് സമ്മേഷൻ I ഈക്വൽ ടു M to N CAI എന്ന് പറയുന്നത് എന്താണ്? C ടൈംസ് സമ്മേഷൻ I ഈക്വൽ ടു M to N AI ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു N, M എന്ന് പറയുന്നത് N-നേക്കാളും ചെറുതാണ്, ആൻഡ് N പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സമ്മേഷൻ I ഈക്വൽ ടു M to P AI. അതായത് നമുക്ക് I വേരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? M മുതൽ P വരെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് M മുതൽ N വരെയും
n+1 മുതൽ p വരെയും, അതായത് സമ്മേഷൻ i ഈക്വൽ ടു m2n ai പ്ലസ് n+1 ടു p ai. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ n എന്ന് പറയുന്നത് m-നും p-ക്കും ഇടയിലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സമ്മേഷൻ i ഈക്വൽ ടു m ടു p എന്ന് പറയുന്നത് സമ്മേഷൻ i ഈക്വൽ ടു m ടു n ഉം അതുപോലെ തന്നെ n+1 ടു p ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഇഫ് എ ഐ ഈക്വൽ ടു സി, അതായത് നമ്മൾ എടുക്കുന്ന സമ്മേഷൻ i ഈക്വൽ ടു m ടു n എ ഐയിൽ ഈ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, സി ആണെങ്കിൽ, ആ സമ്മേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് സി ടൈംസ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടു നമ്മുടെ സമ്മേഷനിൽ എത്ര ടേംസ് ഉണ്ടാവും? n-m പ്ലസ് 1 ടേംസ് ഉണ്ടാവും. സോ നമുക്ക് കിട്ടുക സമ്മേഷൻ i ഈക്വൽ ടു m ടു n എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ടൈംസ് n-m പ്ലസ് 1 ആയിരിക്കും. നെക്സ്റ്റ്, എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ ഓൾ ഐ വിത്ത് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതായത് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 B1-നേക്കാളും ചെറുതായിരിക്കും, A2 B2-നേക്കാളും ചെറുതായിരിക്കും. അതായത് ഫോർ ഓൾ ഐ ഏതായിരിക്കും അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സമ്മേഷൻ i ഈക്വൽ ടു m ടു n എ എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു m ടു n ബി ഐ ആയിരിക്കും. അതായത് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ഫോർ ഓൾ ഐ ആണെങ്കിൽ നമുക്ക് സമ്മേഷൻ എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ബി ഐ എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സമ്മേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് സം ഓഫ് ഫസ്റ്റ് n ഇൻഡിജേഴ്സ്. അതായത് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ n ഇൻഡിജേഴ്സിന്റെ സമ്മ കണ്ടുപിടിക്കണം. സോ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട സമ്മിനെ നമ്മൾ എസ് എന്ന് വിളിക്കാം. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എസ് ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ എന്ത് എഴുതുന്നു? എസിനെ തിരിച്ചെഴുതുന്നു. അതായത് n പ്ലസ് ലാസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് എഴുതി, നെക്സ്റ്റ് ടൈം എന്താ വരാ? n-1 പ്ലസ് n-2 പ്ലസ് എക്സെട്ര പ്ലസ് 2 പ്ലസ് 1. അതായത് ആദ്യം ഞാൻ എസ് എഴുതുന്നത് എങ്ങനെയാണ്? 1 മുതൽ n വരെ എഴുതുന്നു. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. രണ്ടാമത് ഞാൻ എങ്ങനെയാണ് എസ് എഴുതുന്നത്? n മുതൽ താഴോട്ടേക്ക് എഴുതുന്നു. n പ്ലസ് n-1 പ്ലസ് n-2 പ്ലസ് എക്സെട്ര പ്ലസ് 2 പ്ലസ് 1. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് എസ് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എസ് പ്ലസ് എസ്. സോ എന്ത് കിട്ടും? 2s കിട്ടും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം 1 പ്ലസ് n, അതായത് എനിക്ക് എന്ത് കിട്ടും? n+1 കിട്ടും. സോ ഫസ്റ്റ് ടേംസ് ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി? n+1 കിട്ടി. പ്ലസ് സെക്കൻഡ് ടേംസ് ആഡ് ചെയ്യാം. സെക്കൻഡ് ടേംസ് എന്തൊക്കെയാണ്? n-1ഉം 2 ആണ്. അതായത് n-1 പ്ലസ് 2 എന്താ കിട്ടും? എനിക്ക് n+1 കിട്ടും. സോ സെക്കൻഡ് ടേം കിട്ടുക n+1. ഇനി അടുത്ത ടേം നോക്കാം. അടുത്ത ടേം നമുക്ക് എന്താ വരാം? n-2 പ്ലസ് 3 ആ വരാം. ഇതും എന്താണ്? n+1 ആയിരിക്കും. സോ എഗെയിൻ n+1 വരും. പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം നോക്കാം. ലാസ്റ്റ് ടേം എന്താ വരാ? n-ഉം 1ഉം. സോ n+1 വരും. സോ ലാസ്റ്റ് ടേം എന്താണ്? n+1 ആണ്. സോ നമുക്ക് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേംസും n+1 ആണെന്ന് കിട്ടും. നെക്സ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് നോക്കാം ഈ n+1 എന്ന് പറയുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുമെന്ന് നോക്കാം. സോ നമ്മൾക്ക് ഇവിടെ 1 മുതൽ n വരെയാണുള്ളത്. അതായത് n ടേംസ് ആണുള്ളത്. എസ് എന്ന സമ്മേഷനിൽ n ടേംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ n+1 എന്ന് പറയുന്നത് ഉണ്ടാവും n തവണ ഉണ്ടാവും. സോ നമ്മൾ n+1നെ n ടൈംസ് ആഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? n ഇൻറ്റു n+1. സോ എനിക്ക് എന്ത് കിട്ടി? 2s ഈക്വൽ ടു n ഇൻറ്റു n+1. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? s ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. ഈ s ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എന്റെ കയ്യിൽ ഇപ്പൊ എന്താണുള്ളത്? 2s ഉണ്ട്. 2s എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n+1. സോ അവിടെ നിന്ന് x എങ്ങനെ കണ്ടുപിടിക്കാം? s ഈക്വൽ ടു 1/2 ഇൻറ്റു n ഇൻറ്റു n+1. അതായത് എന്ത് പറയാൻ വേണ്ടി പറ്റും? 1 മുതൽ n വരെയുള്ള ഇൻഡിജേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 1/2 ഇൻറ്റു n ഇൻറ്റു n+1, അല്ലെങ്കിൽ എന്ത് പറയാം? n ഇൻറ്റു n+1/2. സോ എന്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു n+1/2 ആണ്. ഇനി എന്താണ് എന്റെ സം? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n. സോ എസിന് ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം എനിക്ക് അങ്ങനെ എഴുതാം. സമ്മേഷൻ i ഈക്വൽ ടു 1 ടു n
n എന്ന് എഴുതാം. ഇതിന്റെ മീനിങ് ഐ എന്ന് എഴുതാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n. ഐ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? ഐയുടെ വാല്യൂ വേരി ചെയ്യാം. ഐക്ക് ആദ്യം 1 കൊടുക്കുന്നു, പ്ലസ് 2 പ്ലസ് എക്സെട്ര n. സോ എനിക്ക് എന്ത് ചെയ്താൻ വേണ്ടി പറ്റും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര n-നെ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ ആ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്താണ്? n into n plus 1 by 2. അപ്പൊ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സം ഓഫ് ഫസ്റ്റ് n ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് n into n plus 1 by 2 ആയിരിക്കും. നെക്സ്റ്റ്, ഫൈൻഡ് സം 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 29. അതായത് എനിക്ക് എന്താണ്? 4 മുതൽ 9 വരെയുള്ള ഇന്റിജേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 4 to 29. 4 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് ഐ. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 4 to 29. ഐ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഐക്കാതെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കാം? 4 ഇട്ട് കൊടുക്കാം, പ്ലസ് 5 ഇട്ട് കൊടുക്കാം, പ്ലസ് എക്സെട്ര 29 ഇട്ട് കൊടുക്കാം. സോ ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു, സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് എന്തറിയാം? 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ സം എനിക്കറിയാം. അതായത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ എന്ന് പറയുന്നത് എന്താണ്? n into n plus 1 by 2 ആണ്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ ഐ ഈക്വൽ ടു 1 to n ആണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എനിക്ക് എന്താണുള്ളത്? 4 മുതൽ 29 വരെയാണ് ഉള്ളത്. സോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n അല്ലെങ്കിൽ 1 to 29 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് 29 വരെയാണ്. ഇനി സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3 ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് 2 പ്ലസ് 3 ആണ്. ഞാൻ ഇതിന് പേര് കൊടുക്കാം ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇനി ഞാൻ ഇക്വേഷൻ 1-ൽ നിന്ന് ഇക്വേഷൻ 2 കുറച്ച് എന്താ കിട്ടാം? അതായത് ഇവിടെ 1 ഉണ്ട്, 1 ഉണ്ട്, ക്യാൻസൽ ആയിട്ട് പോയി, 2 പോയി, 3 പോയി. ബാക്കി എനിക്ക് എന്താ വരാ? ബാക്കി എനിക്ക് വരാ 4 പ്ലസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് 29 ആയിരിക്കും. അതായത് സമ്മേഷൻ ഐ ഈക്വൽ ടു 4 to 29 ഐ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൻ വേണ്ടി പറ്റും? സമ്മേഷൻ ഐ ഈക്വൽ ടു 4 to 29 ഐ എന്ന് പറയുന്നത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 29 ഐ എടുക്കുന്നു. അതായത് 1 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിന് സം എടുക്കുന്നു. അത് എന്ത് കുറച്ചാൽ മതി? 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിന് സം കുറച്ചാൽ മതി. സോ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3 ഐ. സോ ഇനി എനിക്ക് എന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം എന്റെ ഇക്വേഷനിൽ എന്താണുള്ളത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ഐ എന്ന് പറയുന്നത് എന്താണ്? n into n plus 1 by 2. സോ ഇവിടെ ഫസ്റ്റ് കേസിൽ n എന്ന് പറയുന്നത് എന്താണ്? 29 ആണ്. സോ 29 into 29 plus 1 by 2 മൈനസ് സെക്കൻഡ് ടൈമിൽ എന്റെ n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ 3 into 4 by 2 എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 429. സോ എനിക്ക് ശരിക്കും എന്താണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്? 4 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിന് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എന്റെ കയ്യിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്റെ കയ്യിലുണ്ടായത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 1 മുതൽ 29 വരെ കണ്ടുപിടിക്കുന്നു, പിന്നെ 1 മുതൽ 3 വരെ കണ്ടുപിടിക്കുന്നു. സോ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 4 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിന് സം കിട്ടും. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 4 to 29 ഐ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 29 ഐ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 3 ഐ ആയിരിക്കും. നെക്സ്റ്റ്, സമ്മേഷൻ ജെ ഈക്വൽ ടു 3 to 102 ജെ മൈനസ് 2. അതായത് ഇവിടെ ജെ ആണ് വേരി ചെയ്യുന്നത്. ജെയുടെ വാല്യൂ ഇവിടെ മുതൽ എവിടെ വരെയാണ്? 3 മുതൽ 102 വരെയാണ് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്കറിയാം സമ്മേഷന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഈ സമ്മേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ആദ്യം സമ്മേഷൻ ജെ, അതായത് സമ്മേഷൻ ജെ ഈക്വൽ ടു 3 to 102 ജെ മൈനസ് സെക്കൻഡ് ടേം എന്താണ്? 2. സോ സമ്മേഷൻ ജെ ഈക്വൽ ടു 3 to 102 2. ഇനി ഇവിടെ എഗെയിൻ സമ്മേഷൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? 3 മുതൽ 102 വരെയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് നോക്കിയതുപോലെ നമ്മൾക്ക് 3 to 102 കണ്ടുപിടിക്കുന്നതിന് പകരം ആദ്യം 1 മുതൽ 102 വരെയുള്ള സമ്മ് കണ്ടുപിടിക്കാം. സമ്മേഷൻ
ഐ ഈക്വൽ ടു 1 to 102 ജെ. അതിന് എന്ത് കുറച്ചാൽ മതി? നമുക്ക് 3 മുതലാണ് വരേണ്ടത്. സോ 1ഉം 2ഉം വേണ്ട. സോ സമ്മേഷൻ 1 to 2 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സമ്മേഷൻ ജെ ഈക്വൽ ടു 3 to 102 എങ്ങനെ എഴുതാം? സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to 102 മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to 2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ 3 to 102 ടൈംസ് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. ഇനി എത്ര ടേംസ് ആണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മേഷൻ ഐ ഈക്വൽ ടു എം ടു എന്നില് എത്ര ടേംസ് ഉണ്ടാവും? n മൈനസ് എം പ്ലസ് 1 ടേംസ് ആണ് ഉണ്ടാവുക. സോ ഇവിടെ നമ്മുടെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ 3 മുതൽ 102 വരെയാണ് ഉള്ളത്. സോ എത്ര ടേംസ് ഉണ്ടാവും? 102 മൈനസ് 3 പ്ലസ് 1 ടേംസ് ഉണ്ടാവും. അതായത് 100 ടേംസ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് വരും? 2 into 100 വരും. ഇനി ഫസ്റ്റ് ടേം നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to 102 ജെ ആണ്. സോ നമുക്ക് എന്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? n into n plus 1 by 2 ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ n എന്താണ് ഇവിടെ? n എന്ന് പറയുന്നത് 102 ആണ്. സോ n into 102 into n plus 1 103 divided by 2. ഫസ്റ്റ് ടേം കിട്ടി. സെക്കൻഡ് ടേമിൽ n എന്താണ്? n എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 2 into 3 by 2. അതായത് നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 3 കിട്ടും മൈനസ് 200. സോ നമുക്ക് ആൻസർ കിട്ടും 5050. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഈ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് ടേം എന്ന് പറയുന്ന സമ്മേഷൻ 3 to 102 ആണ്. നമ്മൾ 1 മുതൽ 102 വരെയുള്ള സമ്മ് കണ്ടുപിടിക്കുന്നു. മൈനസ് 1 മുതൽ 2 വരെയുള്ള സമ്മ് മൈനസ് സെക്കൻഡ് ടേം നോക്കാം. 2 കോൺസ്റ്റന്റ് ആണ്. 2 പുറത്തെടുത്തു. 2 into number of terms. So answer is 5050. Next, show that summation I equal to 1 to n I cube minus I minus 1 whole cube equal to n cube. നമുക്ക് എന്താ കാണിക്കേണ്ടത്? സമ്മേഷൻ I equal to 1 to n I cube minus I minus 1 whole cube എന്ന് പറയുന്നത് n cube ആണെന്ന് കാണിക്കണം. സോ നമ്മൾക്ക് വാല്യൂസ് വേരി ചെയ്യുന്നത് ആർക്കാണ്? ഐക്കാണ് വാല്യൂസ് വേരി ചെയ്യുക. സോ ഐയുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ക്യൂബ് മൈനസ് 0 ക്യൂബ്. ഇത് നമുക്ക് എന്ത് വരാം? ഫസ്റ്റ് ടേം വരാം. പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? ഐക്ക് 2 കൊടുക്കാം. 2 ക്യൂബ് മൈനസ് 1 ക്യൂബ് പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്? ഐക്ക് 3 കൊടുക്കാം. 3 ക്യൂബ് മൈനസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എന്താണ്? ഐയുടെ വാല്യൂ. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ n ആണ്. സോ നമുക്ക് എന്ത് വരും? n ക്യൂബ് മൈനസ് n മൈനസ് 1 ഹോൾ ക്യൂബ് വരും. ഇനി നമുക്ക് നോക്കാം. 0 ക്യൂബ് എന്തായാലും നമുക്ക് 0 ആയിട്ട് പോയി. നെക്സ്റ്റ് ഇവിടെ ഒരു 1 ക്യൂബ് ഉണ്ട്, ഒരു മൈനസ് 1 ക്യൂബ് ഉണ്ട്, ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ ഇവിടെ 2 ക്യൂബ് ഉണ്ട്, മൈനസ് 2 ക്യൂബ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഇവിടെ 3 ക്യൂബ് ഉണ്ട്, അടുത്ത ടൈമിൽ എന്ത് വരും? മൈനസ് 3 ക്യൂബ് വരും, ക്യാൻസൽ ആയിട്ട് പോകും. അതായത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ക്യാൻസൽ ആവുക? ഈ രണ്ട് സ്റ്റെപ്പുകൾ മാത്രം, ഈ രണ്ട് ടേമുകൾ മാത്രം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് 2 ക്യൂബും ഇവിടുന്ന് 2 ക്യൂബും പോവും. അതായത് നമ്മൾക്ക് ഈ ടേമിലുള്ള ലാസ്റ്റ് ടേം ആയിരിക്കും പോവുക. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ n മൈനസ് 1 ഹോൾ ക്യൂബ് പോവും. ബാക്കി എന്തായിരിക്കും വരാം? n ക്യൂബ് ആയിരിക്കും വരാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു n ക്യൂബ്. സോ ഇപ്പം പറഞ്ഞ പ്രോബ്ലം ഒന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ai മൈനസ് ai മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഐക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a1 മൈനസ് a0 പ്ലസ് നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് വരും? ഐക്ക് 2 കൊടുക്കാം. a2 മൈനസ് a1 പ്ലസ് നെക്സ്റ്റ് ടൈം ഐക്ക് 3 കൊടുക്കാം. a3 മൈനസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം നമുക്ക് എന്താ വരാം? ഐക്ക് കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് n ആണ്. സോ ലാസ്റ്റ് ടൈം എന്ത് വരും? an മൈനസ് an മൈനസ് 1. ഇനി ലാസ്റ്റ് ടേം നമുക്ക് എന്താ വരാം? n ആണ് വരാം. സോ n തൊട്ട് മുമ്പുള്ള ടേം എന്താണ്? ഐയുടെ വാല്യൂ n മൈനസ് 1 ആണ്. സോ നമുക്ക് ഐക്ക് n മൈനസ് 1 ഇട്ട് കൊടുക്കണം. നമുക്ക് എന്ത് വരും? an മൈനസ് 1 മൈനസ് an മൈനസ് 2.
സോ നമുക്ക് ഇവിടെ നോക്കാം, നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ്. ഇവിടെ A1 മൈനസ് A1 ക്യാൻസൽ ആയിട്ട് പോകും, A2 മൈനസ് A2 ക്യാൻസൽ ആയിട്ട് പോകും, A3 മൈനസ് A3 ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ ഇവിടെ ബാക്കി വരെ ഒരു മൈനസ് A0 ബാക്കി വരും. അതുപോലെ തന്നെ ഇവിടെ an-1 മൈനസ് an-1 ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ഇവിടെ വരെ an ആണ്. സോ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് ഈക്വൽ ടു an മൈനസ് a0. സോ നമുക്ക് സമ്മേഷൻ i ഈക്വൽ ടു 1 to n ai മൈനസ് ai മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? an മൈനസ് a0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ഗ്രാഫ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ g ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇന്റർവൽ 2, 4. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് g of x equal to 1 if x lies in between 2 and 2.5, 3 if x lies in between 2.5 and 3.5, and 2 if x lies in between 3.5 and 4. സോ നമ്മൾ ജസ്റ്റ് ഗ്രാഫിൽ വരക്കാം. അതായത് എക്സിന്റെ വാല്യൂ 2നും 2.5നും ഇടയിലാണെങ്കിൽ, സോ ഞാൻ 2 മാർക്ക് ചെയ്യുന്നു, 2.5 മാർക്ക് ചെയ്യുന്നു. സോ അതിനിടയിലുള്ള എക്സ് വാല്യൂസിന് ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ 2ക്കും 2.15നും ഇടയിലാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി എക്സിന്റെ വാല്യൂ 2.5നും 3.5നും ഇടയിലാണെങ്കിൽ, 2.5നും 3.5നും ഇടയിലാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ ഫംഗ്ഷൻ വാല്യൂ 3 കൊടുത്തു. ഇനി എക്സിന്റെ വാല്യൂ 3.5നും 4നും ഇടയിലാണെങ്കിൽ, 3.5നും 4നും ഇടയിലാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. സോ അവിടെ 2 കൊടുത്തു. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഓരോ പെർട്ടിക്കുലർ ഇന്റർവെല്ലിലും കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഇതിനുള്ളത്. അതായത് 2 മുതൽ 2.5 വരെ ഇതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ 2.5 മുതൽ 3.5 വരെ ഫംഗ്ഷൻ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. 3.5 മുതൽ 4 വരെ ഫംഗ്ഷൻ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ ഓരോ പെർട്ടിക്കുലർ ഇന്റർവെല്ലിലും ഫംഗ്ഷൻ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. സോ നമ്മളതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ അണ്ടർ ദ കേർവ് ആണ്. സോ ഈ ഒരു ഫംഗ്ഷൻ എത്രമാത്രം ഏരിയ കവർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഗ്രാഫിനെ റെക്ടാങ്കുലർ ബോക്സസ് ആക്കി മാറ്റുന്നു. സോ നമുക്ക് സെക്കൻഡ് ഫിഗർ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഗ്രാഫിനെ എന്താക്കി മാറ്റി? റെക്ടാങ്കുലർ ബോക്സസ് ആക്കി മാറ്റി. സോ ഇനി ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം എനിക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എനിക്കിവിടെ 3 റെക്ടാങ്കിൾസ് ഉണ്ട്. ഈ 3 റെക്ടാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ എന്റെ കയ്യിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് AB ആണ്. സോ ഞാൻ ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്നു. പാർട്ടീഷൻ ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ ഇന്റർവെൽസ് ആക്കി മാറ്റുന്നു. x0 എന്ന് പറയുന്നത് A ആണ്, x1, x2, x3. ഓക്കെ, സോ ചെറിയ ചെറിയ ഇന്റർവെൽസ് ആക്കി മാറ്റുന്നു. ഇനി ഓരോ ഇന്റർവെലിന്റെ ലെങ്തിനെയാണ് എന്താ പറയാ? ഡെൽറ്റ എക്സ് എന്ന് പറയാം. അതായത് ഒരു ഇന്റർവെലിന്റെ ലെങ്ത്, ഈ ഇന്റർവെലിന്റെ ലെങ്ത് എന്തായിരിക്കും? x2 മൈനസ് x1 ആയിരിക്കും. അതായത് ചേഞ്ച് ഇൻ എക്സ് ആണ്. സോ ഡെൽറ്റ എക്സ് എന്ന് പറയാം. ഇനി ഇവിടെ ഒരു ഇന്റർവെൽ അല്ല, നമുക്ക് ഒരുപാട് ഇന്റർവെൽസ് ഉണ്ട്. സോ സെപ്പറേറ്റ് ഇന്റർവെൽസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കാം. സോ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ith ഇന്റർവെൽ ആണ്. സോ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ith ഇന്റർവെൽ. സോ നമ്മൾ ഇതൊരു റെക്ടാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ഐ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് ഫംഗ്ഷനെ ഒരുപാട് റെക്ടാംഗിൾസ് ആക്കി മാറ്റി. ആ റെക്ടാംഗിൾസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ഐ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ റെക്ടാംഗിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ആ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ ആണ്. സോ ഇതിവിടെ 3 ആണെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കും. സോ ഓരോ ഇന്റർവെല്ലിലും ഫംഗ്ഷൻ വാല്യൂ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? കെ ഐ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ എന്റെ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കെ ഐയും വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. സോ ഇതാണ് എന്റെ ith ഇന്റർവെല്ലിലുള്ള ഏരിയ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് ഇന്റർവെൽസ് ഉണ്ട് എനിക്ക്. ഇവിടെയാണ് ഈ ഒരു കേസിൽ 3 ഇന്റർവെൽസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഇന്റർവെൽസ് ഉള്ള കേസ് നമ്മൾ എന്തെടുക്കും? സമ്മേഷൻ ഓവർ ഐ കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ. അതായത് ഓരോ ഇന്റർവെല്ലിന്റെയും റെക്ടാംഗിളിന്റെ ഏരിയാസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഇന്റർവെൽ ഏരിയസും ആഡ് ചെയ്യുന്നു. അതായത് സമ്മേഷൻ ഓവർ ഐ കെ ഐ എക്സ് ഐ.
സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓരോ ഇന്റർവെലിന്റെ ഏരിയ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്ന ടോട്ടൽ ഏരിയ കിട്ടും. സോ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഐ കെ ഐ ഡെൽറ്റ എക്സ് ഐ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? ഓരോ ഇന്റർവെല്ലിലും ഓരോ പെർട്ടിക്കുലർ ഇന്റർവെല്ലിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂസ് കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്ത് പറയും? സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. എ ഫംഗ്ഷൻ ജി ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി ഈസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെൻ എ ബി ക്യാൻ ബ്രോക്ക് അപ്പ് ഇൻടു ഇന്റർവെൽസ് ഓഫ് വിഡ്ത്ത് ഡെൽറ്റ എക്സ് ഐ. നമുക്ക് എന്താ വേണ്ടി പറ്റും? പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഇന്റർവെല് എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുഞ്ഞു കുഞ്ഞു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. x1, x2, x3, x4, എക്സെട്ര. ഓരോ ഇന്റർവെലിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? ഡെൽറ്റ എക്സ് ഐ. സോ ഓരോ ഇന്റർവെലിന്റെ ലെങ്ത്തും ഡെൽറ്റ എക്സ് ഐ ഓൺ ഈച്ച് വിച്ച് ജി ഈക്വൽസ് എ കോൺസ്റ്റന്റ് കെ ഐ. അതായത് ഓരോ ഇന്റർവെല്ലിലും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ കെ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്ത് പറയും? സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ ടോട്ടൽ തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ നമ്മൾ ചെറിയ ചെറിയ സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഓരോ സബ് ഇന്റർവെൽസിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷന് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ഈച്ച് കെ ഈസ് പോസിറ്റീവ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ജി ഈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. സോ ഡെൽറ്റ കെ ഐ കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റർവെല്ലിലുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. സോ അങ്ങനെയുള്ള റെക്ടാങ്കിൾസിന്റെ ഏരിയസിന്റെ സമ്മാണ് നമ്മൾ എടുക്കുന്നത്. അതായത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ. സോ നമുക്ക് എന്ത് കിട്ടും? ഏരിയ അണ്ടർ ദ ഗ്രാഫ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസ് ആണ് ലോവർ സം അതുപോലെ തന്നെ അപ്പർ സം. സോ ലോവർ സം നമുക്ക് എന്താണെന്ന് നോക്കാം. ഗിവൺ എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ്. സോ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ്. വി വിഷ് ടു കമ്പ്യൂട്ട് ഏരിയ എ അണ്ടർ ഇറ്റ്സ് ഗ്രാഫ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി. അത് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ്. നമ്മൾ അതിന്റെ ഏരിയ ഇൻ ദ ഇന്റർവെൽ ക്ലോസ് ഇന്റർവെൽ എ ബി ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ഇന്റർവെൽ എ ബി ആദ്യം മാർക്ക് ചെയ്യുന്നു, ഫംഗ്ഷൻ വരക്കും നമ്മൾ. ആ ഫംഗ്ഷനിൽ ആ ഇന്റർവെലിന്റെ ഇടയിലുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ ലോവർ സം ഫോർ എഫ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി ഡിഫൈൻഡ് ടു ബി ദ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഓഫ് നോൺ നെഗറ്റീവ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി ഫോർ ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുക്കാം ജി. എങ്ങനെയുള്ള സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്? ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി. അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എടുക്കുന്നു. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നത്? ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി. അതായത് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ എന്താണ്? എപ്പോഴും എഫ് ഓഫ് എക്സിനേക്കാളും താഴെയാണ്. എല്ലാ എക്സ് വാല്യൂസിനും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനേക്കാളും താഴെയാണെങ്കിൽ, ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഐ ഓൺ ഐത് സബ് ഇന്റർവെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കയ്യിൽ എ ബി എന്ന ഇന്റർവെൽ ഉണ്ട്. നമ്മൾ എന്ത് മാറ്റുന്നു? ഈ ഇന്റർവെലിനെ സബ് ഇന്റർവെൽസ് ആക്കി മാറ്റുന്നു. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് എയും എക്സ് എൻ എന്ന് പറയുന്നത് ബിയും ആയിട്ട് എടുക്കുന്നു. സബ് ഇന്റർവെൽസ് എന്ന് പറയുന്നത് x1, x2, x3, എക്സെട്ര. ലെങ്ത് ഓഫ് സബ് ഇന്റർവെൽ എന്താണ്? xn മൈനസ് xn മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് എ. സോ ലെങ്ത് ഓഫ് ദ ഐത്ത് സബ് ഇന്റർവെൽ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? ഡെൽറ്റ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി സ്റ്റെപ്പ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം ഓരോ ഇന്റർവെല്ലിലും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. സോ നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർലി എന്താണ്? നമ്മുടെ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എഫ് ഓഫ് എക്സിനേക്കാൾ താഴെയാണ്. സോ നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താക്കി മാറ്റുന്നു? റെക്ടാങ്കിൾസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ഓരോ റെക്ടാങ്കിൾസിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്നു. ആ ഏരിയസിലേക്ക് നമ്മൾ എന്തെടുക്കും? സം എടുക്കുന്നു. സോ ഏരിയ അണ്ടർ സ്റ്റെപ്പ് ഫംഗ്ഷൻ നമുക്കറിയാം. സോ ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ വാല്യൂ ഓരോ ഇന്റർവെല്ലും കെ എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n
കെ എ ഡെൽറ്റ എക്സ് എ. ഇതിന്റെ മീനിങ് എന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ എ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന മീനിങ് എന്താണ്? സ്റ്റെപ്പ് ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ. സോ നമുക്ക് എന്തറിയാം? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എഫ് ഓഫ് എക്സിനേക്കാളും താഴെയാണ് വരാം. ജി ഓഫ് എക്സ് കവർ ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ എ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. എഫ് കവർ ചെയ്യുന്ന ഏരിയ നമ്മൾ എന്ത് വിളിക്കുന്നത്? എ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ എ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എയേക്കാളും ചെറുതായിരിക്കും. നമുക്കത് ഫിഗറിന് ക്ലിയർ ആണ്. അതായത് ഈ ഷേഡഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഷേഡഡ് റീജിയൻ ആണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി എ മുതൽ ബി വരെയുള്ള ഈ ഫുൾ ഏരിയ ആണ് നമ്മുടെ എഫ് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ ക്ലിയർലി നമുക്ക് എന്താണ്? ഇവിടെ കുറച്ച് പോർഷൻസ് എംപ്റ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സ്റ്റെപ്പ് ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയനേക്കാളും ചെറുതായിരിക്കും. സോ ഇതാണ് ലോവർ സം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റാം? അപ്പർ സം പറയാൻ വേണ്ടി പറ്റാം. അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഫംഗ്ഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുക്കേണ്ടത്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഓൺ ക്ലോസിനുള്ള എ ബി. അത് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫംഗ്ഷനേക്കാളും മുകളിലാണ്. സ്റ്റെപ്പ് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ക്ലോസിനുള്ള എ ബിയിൽ എല്ലാ പോയിന്റ്സിനും എഫ് ഓഫ് എക്സിനേക്കാളും മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഏരിയ കവേർഡ് ബൈ ദ ഗ്രാഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏരിയ കവേർഡ് ബൈ ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയാ? അപ്പർ സം എന്ന് പറയാം. അപ്പർ സം. സോ ഇതാണ് ലോവർ സം ആൻഡ് അപ്പർ സം എന്ന് പറയുന്ന കൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. സോ ടു കാൽക്കുലേറ്റ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ്. നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ട്രൈ ടു ഫൈൻഡ് അപ്പർ ആൻഡ് ലോവർ സംസ് വിച്ച് ആർ ക്ലോസർ ആൻഡ് ക്ലോസർ ടുഗദർ. അതായത് നമ്മൾക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടെ ഷേഡഡ് റീജിയൻ എന്ന് പറയുന്നത് ലോവർ സം ആണ്. ഇവിടെ ഷേഡഡ് റീജിയൻ എന്ന് പറയുന്നത് അപ്പർ സം ആണ്. ഈ കേവ് എക്കും ബിക്കും ഇടയിൽ കവർ ചെയ്യുന്ന പോർഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? നമ്മുടെ ലോവർ സമ്മിനേക്കാളും വലുതായിരിക്കും എന്ത്? ലോവർ സമ്മിനേക്കാളും വലുതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ സമ്മിനേക്കാളും ചെറുതായിരിക്കും എന്ത്? ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലോവർ സമ്മിനും അപ്പർ സമ്മിനും ഇടയിലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് ലോവർ സമ്മിനും അപ്പർ സമ്മിനും ഇടയിലായിരിക്കും. സോ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടീഷൻ എടുക്കുന്നതിന് പകരം എനിക്ക് ഇഷ്ടം പോലെ പാർട്ടീഷൻസ് എടുക്കാം. പല രീതിയിലുള്ള പാർട്ടീഷൻസ് എടുക്കാം. സോ എനിക്ക് പല ആൻസേഴ്സ് കിട്ടും. ലോവർ സമ്മും അപ്പർ സമ്മും കിട്ടും. പല വാല്യൂസും കിട്ടും. സോ എന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? we find lower sum and upper sum which are closer and closer together. നമ്മൾ ലോവർ സമ്മും അപ്പർ സമ്മും വളരെ 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 അടുത്താവുന്ന രീതിയിൽ പാർട്ടീഷൻ എടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് പറയാം? ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയാം. സോ ദ ഏരിയ എ ഈസ് എ നമ്പർ വിച്ച് ഈസ് എബോവ് ഓൾ ലോവർ സംസ് ആൻഡ് ബിലോ ഓൾ അപ്പർ സംസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ലോവർ സമ്മിനും അപ്പർ സമ്മിനും ഇടയിലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പാർട്ടീഷൻ ചൂസ് ചെയ്യുന്നു. എങ്ങനെയുള്ള പാർട്ടീഷൻ ചൂസ് ചെയ്യുന്നു? ലോവർ സമ്മും അപ്പർ സമ്മും വളരെ 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 അടുത്താവുന്ന രീതിയിൽ പാർട്ടീഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൈൻഡ് ഏരിയ. The signed area of a region is the area of the portion above the x-axis minus area below the x-axis. അതായത് ചില കേസുകളിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? നമ്മുടെ കേവ് എന്ന് പറയുന്നത് എക്സ് ആക്സിന് മുകളിലും വരാം, താഴെയും വരാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് എന്റെ എക്സ് ആക്സിസ്. ഞാൻ ഒരു കേവ് വരയ്ക്കുന്നു. ഇതാണ് എന്റെ കേവ് എന്ന് പറയുന്നത്. സോ എന്റെ കേവ് എന്താണ്? ക്ലിയർലി എക്സ് ആക്സിന് മുകളിൽ വരുന്നുണ്ട്, താഴെയും വരുന്നുണ്ട്. സോ ഞാൻ എ ടു ബി വരെയാണ് എന്റെ ഫംഗ്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ സംഭവിക്കുന്നത് ഇത്രയും പോർഷൻ, അതായത് ഇത്രയും പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിന് മുകളിലാണ്. ബാക്കി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിന് താഴെയാണ്. സോ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പോർഷൻ എബോവ് എക്സ് ആക്സിസ്
മൈനസ് ഏരിയ ഓഫ് പോർഷൻ ബിലോ എക്സ് ആക്സിസ്. അതായത് ഇതിനെ നമ്മൾ പ്ലസും ഇതിന് മൈനസും വിളിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ പോസിറ്റീവ് ഏരിയ മൈനസ് നെഗറ്റീവ് ഏരിയ. അതായത് എക്സ് ആക്സിന് മുകളിലുള്ള ഏരിയ മൈനസ് എക്സ് ആക്സിന് താഴെയുള്ള ഏരിയ. ഇതാണ് നമ്മുടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദ റീജിയൻ between x-axis and the graph of step function g, this signed area is summation I equal to 1 to n ka delta xa. അതായത് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസിൽ സമ്മേഷൻ I equal to 1 to n ka delta xa ആയിരിക്കും നമ്മുടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കിതൊരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. സോ ഇവിടെ സൈൻ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏരിയ എബോവ് എക്സ് ആക്സിസ് മൈനസ് ഏരിയ ബിലോ എക്സ് ആക്സിസ്. ഇതാണ് നമ്മുടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനിയിപ്പം സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസ് നോക്കാം. അതായത് ഇവിടെ എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1/3 ആണെങ്കിൽ, എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1/3 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 1/3 ആൻഡ് 3/4 ആണെങ്കിൽ, 1/3 ആൻഡ് 3/4 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 3/4 ആൻഡ് 1 ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇതാണ് എന്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ പറയുന്നത് ക്ലോസ് ഇന്റർവൽ 0-1 സോ നമ്മുടെ ഇന്റർവെൽ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? 0 മുതൽ 1/3, അതായത് 0, 1/3 ഫസ്റ്റ് ഇന്റർവെൽ, 1/3 to 3/4 സെക്കൻഡ് ഇന്റർവെൽ, 3/4 to 1 തേർഡ് ഇന്റർവെൽ. സോ നമുക്ക് ലെങ്ത് ഓഫ് ഇന്റർവെൽസ് കണ്ടുപിടിക്കാം. അത് ഫസ്റ്റ് ഇന്റർവെൽ എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 1/3 വരെ. സോ ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? 1/3 മൈനസ് 0 ദിസ് 1/3. സോ ഇത് എന്താണ്? ലെങ്ത് ഓഫ് ഫസ്റ്റ് ഇന്റർവെൽ. സോ ഡെൽറ്റ x1. സെക്കൻഡ് ഇന്റർവെൽ എന്താണ്? 1/3 മുതൽ 3/4 വരെയാണ്. ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ എന്താണ്? 3/4 മൈനസ് 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 5/12. ഇതാണ് എന്ത്? ഡെൽറ്റ x2. നെക്സ്റ്റ് തേർഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് 3/4 മുതൽ 1 വരെയാണ്. ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ എന്താണ്? 1 മൈനസ് 3/4 ഈക്വൽ ടു 1/4. ഇതെന്താണ്? ഡെൽറ്റ x3. സോ ലെങ്ത് ഓഫ് ഇന്റർവെൽസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കെ ഐസ് കണ്ടുപിടിക്കണം. കെ എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ വാല്യൂസ് തന്നെയാണ്. k1 എന്ന് പറയുന്നത് -2, k2 3, k3 1. സോ ഏരിയ അണ്ടർ ദ കർവ് അല്ലെങ്കിൽ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസിൽ ഡെൽറ്റ കെ ഐ ഡെൽറ്റ എക്സ് ഐ വേർ ഐ ഈക്വൽ ടു 1 2 3. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? കെ ഐ ഉണ്ട്, ഡെൽറ്റ എക്സ് ഐ ഉണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും വിച്ച് ഈസ് 5/6. സോ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ കേസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് ദ ഇന്റഗ്രൽ ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എവിടെ? ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ ഇന്റഗ്രൽ ഓഫ് എഫ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. നമ്മൾക്ക് എപ്പോഴും ഒരു ഫംഗ്ഷൻ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, അത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് റെപ്രസെന്റ് ചെയ്യും വിച്ച് സെപ്പറേറ്റ്സ് അപ്പർ സം ആൻഡ് ലോവർ സം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ലോവർ സമ്മിനും അപ്പർ സമ്മിനും ഇടയിലായിരിക്കും ഉണ്ടാവുക. ദിസ് നമ്പർ ഈസ് ദി സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ് എഫ് ആൻഡ് എക്സ് ആക്സിസ്. സോ ഈ ഇന്റഗ്രൽ വാല്യൂ നമ്മുടെ സൈൻഡ് ഏരിയ എന്ന് പറയുന്നത്. സോ ഒന്നുമില്ല, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്റഗ്രബിൾ ആണെങ്കിൽ, ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റഗ്രബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതാണ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ഇന്റഗ്രൽ -2 to 3. അതായത് നമുക്ക് -2 മുതൽ 3 വരെയാണ് എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? -2 മുതൽ 3 വരെ നമ്മുടെ ഗ്രാഫിനെ കൺസിഡർ ചെയ്യാം, എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇന്റഗ്രൽ -2 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ആണ്. സോ നമ്മൾക്ക് ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. സോ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ കെ ഐ ഡെൽറ്റ എക്സ് ഐ. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? ഫംഗ്ഷൻ വാല്യൂ
ഇന്റർവെലിന്റെ ലെങ്ത്തും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ഇവിടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്റർവൽ ഇതാണ്, -2 മുതൽ -1 വരെ. അവിടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ കെ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഇന്റർവെലിന്റെ ലെങ്ത്. സോ -2 മുതൽ -1 വരെ എന്ന് പറയുമ്പം ആ ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു 1 പ്ലസ് സെക്കൻഡ് ഇന്റർവെൽ നോക്കാം, -1 മുതൽ 1 വരെ. അവിടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് കെ എന്ന് പറയുന്നത് എന്താണ്? -1 ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ. ഇവിടെ ലെങ്ത് എത്രയാണ്? -1 മുതൽ 1 വരെ എന്ന് പറയുമ്പോൾ അവിടെ ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? 2 പ്ലസ് നെക്സ്റ്റ് ഇന്റർവെൽ എടുക്കാം. തേർഡ് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്? 2. സോ 2 ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ. ലെങ്ത് എത്രയാണ്? 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1 - 2 + 4. നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. സോ ഏരിയ അണ്ടർ ദ കർവ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇന്റഗ്രൽ -2 to 2 f of x dx എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? -2 മുതൽ 3 വരെയുള്ള ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ. സോ ഏരിയ അണ്ടർ ദ കർവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സമ്മേഷൻ കെ ഐ ഡെൽറ്റ എക്സ് ഐ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ്, റൈറ്റ് ദ സൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ഫിഗർ ആസ് ആൻ ഇന്റഗ്രൽ. സോ നമുക്ക് ഫിഗർ നോക്കാം. ഫിഗറിൽ നമുക്ക് എന്തുണ്ട്? ഒരു കേവ് ഉണ്ട്. എന്താണ് കേവ്? y = x³. എവിടുന്ന് എവിടെ വരെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? -1/2 മുതൽ 1/2 വരെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? -1/2 മുതൽ 1 വരെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ -1/2 മുതൽ 1 വരെ നമ്മുടെ ഫംഗ്ഷൻ കവർ ചെയ്യുന്ന ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ഏരിയ കവർ ചെയ്യുന്നത് എവിടുന്നാണ്? ഏരിയ കവർ ചെയ്യുന്നത് എന്താണ്? -1/2 to 1 f of x dx. നമ്മുടെ f of x എന്താണ്? y = x³. സോ ഏരിയ കവേർഡ് ബൈ y = x³ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ -1/2 to 1 x³ dx. സോ ഇതാണ് ഏരിയ അണ്ടർ ദ കർവ് ബിറ്റ്വീൻ -1/2 ആൻഡ് 1. ഒന്നുമില്ല, ഏരിയ അണ്ടർ ദ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റഗ്രൽ ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? x³ ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ -1/2 to 1 x³ dx. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബസ് മൂവ്സ് ഓൺ എ ലൈൻ വിത്ത് വെലോസിറ്റി. സോ വെലോസിറ്റി തന്നിട്ടുണ്ട് v = t² - 40 + 3. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എ ടൈം ആയിട്ട് തന്നിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ്. റൈറ്റ് ഫോർമുലാസ് ഇൻ ടേംസ് ഓഫ് ഇന്റഗ്രൽ 4. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെലോസിറ്റിയിൽ നിന്ന്? നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് t² - 40 + 3 ആണ്. സോ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടെ വരെ? 0 to 3. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ 0 to 3 വെലോസിറ്റി. സോ ഇന്റഗ്രൽ 0 to t t² - 40 + 3. ഇനി ആക്ച്വൽ ഡിസ്റ്റൻസ് ദ ബസ് ട്രാവൽസ് ബിറ്റ്വീൻ t = 0 ആൻഡ് t = 3. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് t² - 40 + 3 ആണ്. നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഫാക്ടറൈസ് ചെയ്യാം. t - 1 × t - 3 എന്ന് എഴുതാം. ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മനസ്സിലാവും. 0, 1 എന്ന ഇന്റർവെല്ലുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? വെലോസിറ്റി പോസിറ്റീവ് വാല്യൂസ് കിട്ടും. ഇനി 1 to 3 ആ ഇന്റർവെല്ലുള്ള വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? -1 കിട്ടാം. അപ്പൊ നമുക്ക് എങ്ങനെ വരക്കാം? ഫിഗർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് മുകളിലും താഴെയായിട്ട് വരും. ഒരു റഫ് ഫിഗർ വരക്കണം. നമുക്ക് 0, 1, 3. സോ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0, 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ പോസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് വരും? എക്സ് ആക്സിസിന് മുകളിൽ വരും. ഇനി 1 to 3 എന്താണ്? നെഗറ്റീവ് ആണ്. എക്സ് ആക്സിന് താഴെ വരും. അപ്പൊ നമുക്ക് എന്താണ്? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിന് മുകളിലും താഴെയായിട്ട് കിടക്കുന്നുണ്ട്. സോ നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സൈൻഡ് ഏരിയ ആണ്. ഏരിയ എബോവ് എക്സ് ആക്സിസ് മൈനസ് ഏരിയ ബിലോ എക്സ് ആക്സിസ്. എബോവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മുതൽ 1 വരെ എബോവ് എക്സ് ആക്സിസ് ആണ്. സോ ഇന്റഗ്രൽ 0 to 1 v എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി t² - 40 + 3 dt മൈനസ് ഏരിയ ബിലോ എക്സ് ആക്സിസ്, അതായത് 1 മുതൽ 3 വരെയാണ്
ബിലോ എക്സ് ആക്സിസ് വരാം. സോ ഇന്റഗ്രൽ 1 to 3 v dt. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്തത് എന്താണ്, നമ്മുടെ വി എ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്തു, t-1 into t-3, എന്നിട്ട് ഏത് ഇന്റർവെല്ലാണ് അത് പോസിറ്റീവ്, ഏത് ഇന്റർവെല്ലാണ് നെഗറ്റീവ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു റഫ് ഫിഗർ വരക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ എബവ് എക്സ് ആക്സിസ് മൈനസ് ഏരിയ ബിലോ എക്സ് ആക്സിസ് കണ്ടാൽ മതി. സോ ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബസ് ബിറ്റ്വീൻ 0 and 3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീമൻ സം. ചൂസ് ഫോർ ഈച്ച് എൻ എ പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇന്റർവൽ എ ബി. നമ്മൾ പാർട്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പാർട്ടീഷൻ? അതായത് നമ്മുടെ കയ്യിലുള്ള ഇന്റർവെൽ ക്ലോസ് ഇന്റർവൽ എ ബിയെ ചെറിയ കുഞ്ഞു 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 ഇന്റർവെൽ ആക്കി മാറ്റും. അതായത് നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് എ, x1, x2 എക്സെട്ര, ലാസ്റ്റ് xn ഈക്വൽ ടു ബി. അതായത് നമ്മുടെ ഇന്റർവെലിനെ ഒരുപാട് സബ് ഇന്റർവെൽസ് ആക്കി മാറ്റി. ആ ഓരോ സബ് ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെൽറ്റ എക്സ് ഐ. സോ ഡിവൈഡ് ക്ലോസ് ഇന്റർവൽ എ ബി ഇൻറ്റു n സബ് ഇന്റർവെൽസ് സച്ച് ദാറ്റ് the maximum delta xi in the nth partition approaches to 0 as n tends to infinity. അതായത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സമ്മേഷനെ ഇന്റഗ്രേഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാക്സിമം ഡെൽറ്റ എക്സ്, അതായത് ഇന്റർവെൽ ലെങ്ത്തുകൾ വളരെ 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 ചെറുതായി കൊണ്ടുവരാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ എ ബി ആണ്. ഇത് നമ്മൾ n പാർട്ടിഷൻ ചെയ്യുന്നു. ആ n എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് നമ്മൾ നമ്പർ ഓഫ് പാർട്ടിഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ പാർട്ടിഷൻ വളരെ കൂടുതലാണെങ്കിൽ, ഒരുപാട് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എന്ന് പറയുന്ന ഇവിടത്തേക്ക് പോകും, ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ 0ലേക്ക് പോകും. അപ്പൊ നമ്മുടെ സമ്മേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇന്റഗ്രേഷൻ ആയിട്ട് മാറും. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ എഫ് ഓഫ് സി എ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കാം, ഈ എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നമ്മുടെ ഗ്രാഫിന്റെ അണ്ടറിൽ റെക്ടാങ്കിൾസ് വരച്ചു. ആ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് എന്ത്, നമ്മുടെ എഫ് ഓഫ് സി ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. സമ്മേഷൻ എഫ് ഓഫ് സി ഐ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ഏരിയകളുടെ സമ്മാണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോയിന്റ്സ് എടുക്കാം, x0, x1, x2 എക്സെട്ര. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിഷനിൽ ഒരുപാട് പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സം എന്ന് പറയുന്നത് ഇന്റഗ്രൽ വാല്യൂന്റെ അടുത്തേക്കാണ് വരിക. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ i ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി എ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് റീമാൻ സം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. Next, fundamental theorem of calculus. Suppose that the function f is differentiable everywhere on closed interval AB and f dash is integrable on closed interval AB, then integral a to b f dash of x dx equal to f of b minus f of a. അതായത് സിമ്പിൾ ആയിട്ട് ഓർക്കാൻ വേണ്ടി ഇത്രയും ഓർത്താൽ മതി. ഇവിടെ നമുക്കൊരു ഇന്റഗ്രേഷൻ ഉണ്ട്, ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ഡെറിവേറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് ബാക്കി എന്താ കിട്ടാം, എഫ് കിട്ടും. സോ അപ്പർ ലിമിറ്റ് കൊടുക്കാം എഫ് ഓഫ് ബി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം എഫ് ഓഫ് എ. സോ ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇൻ അതർ വേർഡ്സ്, ഇഫ് എഫ് ഈസ് ഇന്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഹാസ് ആന്റി ഡെറിവേറ്റീവ് എഫ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ ഇത്രയേ ഉള്ളൂ. ഈ ഇന്റഗ്രേഷനും ഡെറിവേറ്റീവും ക്യാൻസൽ ആയി പോകുന്നു വിചാരിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നെക്സ്റ്റ് ഒരു നൊട്ടേഷൻ ആണ്, അതായത് എഫ് എക്സ് എ ടു ബി എന്ന് പറഞ്ഞ മീനിങ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം എക്സിന്. സോ എഫ് ഓഫ് ബി മൈനസ് ലോവർ ലിമിറ്റ് എഫ് ഓഫ് എ. സോ എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എക്സ് ക്യൂബ് പ്ലസ് 5 ഫ്രം 2 to 3. നമുക്ക് എന്തെടുക്കാം, ആദ്യം എക്സിന് എന്ത് കൊടുക്കാം, 3 കൊടുക്കാം. പിന്നെന്ത് കൊടുക്കണം, 2 കൊടുക്കണം. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 5. ഫണ്ടമെന്റൽ തിയറം പ്രകാരം നമുക്ക് എന്ത് കിട്ടും,
ഫ്രം 2 to 3 ആണ് നമുക്കുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. അതായത് എക്സ് എവിടേക്ക് ഉണ്ടോ അവിടേക്ക് എന്തിട്ട് കൊടുക്കാം, അത് 3 ഇട്ട് കൊടുക്കാം. സോ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കാം. 3 ക്യൂബ് പ്ലസ് 5 മൈനസ് നെക്സ്റ്റ് 2 ഇട്ട് കൊടുക്കാം. 2 ക്യൂബ് പ്ലസ് 5. സോ നമുക്ക് എന്ത് കിട്ടി, 32 മൈനസ് 13 വിച്ച് ഇസ് ഈക്വൽ ടു 9. അതായത് ഒന്നുമില്ല, ഇത്ര ചെയ്യണ്ടു. ആദ്യം എക്സിൽ എടുത്തൊക്കെ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം, മൈനസ് പിന്നെ എക്സിൽ എടുത്തൊക്കെ എന്തിട്ട് കൊടുക്കാം, ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. സോ ഇതാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ, ഇന്റഗ്രൽ 2 to 6 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ആദ്യം കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ ആണ്. നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, എക്സ് റേസ് ടു എന്നിന്റെ ഫോർമുല യൂസ് ചെയ്യാം. അതായത് എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. നെക്സ്റ്റ് പ്ലസ് സെക്കൻഡ് ടേം എന്താണ്, 1 മാത്രമേ ഉള്ളൂ. അതായത് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ ഡി എക്സ് എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്, എക്സ് ആണ്. സോ സെക്കൻഡ് ടേം എന്ത് കിട്ടും, നമുക്ക് എക്സ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ്. ഇനി ഇന്റഗ്രേഷൻ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്, 2 മുതൽ 6 വരെയാണ്. ആദ്യം നമുക്ക് എന്തിട്ട് കൊടുക്കാം, എക്സിന് പകരം 6 ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എന്ത് കിട്ടും, 6 ക്യൂബ് ബൈ 3 പ്ലസ് 6 മൈനസ് എക്സിന് എന്തിട്ട് കൊടുക്കാം, 2 ഇട്ട് കൊടുക്കാം. 2 ക്യൂബ് ബൈ 3 പ്ലസ് 2. സോ നമുക്ക് ആൻസർ കിട്ടും. സോ എന്ത് ചെയ്താൽ മതി, ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, എക്സിന് പകരം അപ്പർ ലിമിറ്റ് വാല്യൂ ഇട്ട് കൊടുക്കാം, മൈനസ് എക്സിന് പകരം ലോവർ വാല്യൂ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞ കാര്യമാണ്, ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ഫോർ എക്സ് ഇൻ ക്ലോസ് ഇന്റർവെൽ എ ബി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ, ക്ലോസ് ഇന്റർവെൽ എ ബിയിലുള്ള ഏതൊരു പോയിന്റ് എക്സിനും ഫംഗ്ഷൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് ബി എന്ന് പറയുന്നതാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇഫ് എഫ് ഈസ് നെഗറ്റീവ് അറ്റ് സം പോയിന്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി. ഇനി നമ്മൾ ഫസ്റ്റ് നോക്കിയ കേസ് എന്താണ്, ക്ലോസ് ഇന്റർവെൽ എ ബിനുള്ളിലുള്ള ഏത് പോയിന്റ് എക്സ് എടുത്താലും അവിടെ ഫംഗ്ഷൻ വാല്യൂ പോസിറ്റീവ് ആവുന്ന കേസാണ്. സെക്കൻഡ് കേസ്, ഇഫ് എഫ് ഈസ് നെഗറ്റീവ് അറ്റ് സം പോയിന്റ് ഓഫ് ക്ലോസ് ഇന്റർവെൽ എ ബി. ചില പോയിന്റ്സിൽ നെഗറ്റീവ് ആണെങ്കിൽ, then integral a to b f of x dx is the signed area of the region between the graph f and x axis and the lines x equal to a and x equal to b. അതായത് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇനി കുറച്ച് വാല്യൂസിന് ക്ലോസ് ലെവലിലുള്ള കുറച്ച് വാല്യൂസിന് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സൈൻഡ് ഏരിയ ആയിരിക്കും. അതാണ് സൈൻഡ് ഏരിയ, ഏരിയ എബോവ് എക്സ് ആക്സിസ് മൈനസ് ഏരിയ ബിലോ എക്സ് ആക്സിസ്. അതാണ് റീജിയൻ ബിറ്റ്വീൻ എഫ് ആൻഡ് എക്സ് ആക്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഏരിയ അണ്ടർ ദ കർവ്. ഇനി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണെങ്കിൽ എന്താണത്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, അല്ലെങ്കിലുള്ള കേസ് നമുക്കത് ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സൈൻഡ് ഏരിയ ആയിരിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് വൈ ആക്സിസ്. സോ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും രണ്ട് ബൗണ്ട് ആണ്. ദ ലൈൻ എക്സ് ഈക്വൽ ടു 2. സോ എക്സ് ഈക്വൽ ടു 2 എടുക്കാം. ആൻഡ് പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ നമ്മൾക്ക് എന്തെടുക്കാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള പരാബോള എടുക്കുന്നു. എക്സ് ആക്സിസ് വൈ ആക്സിസ് അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു, ഇത്ര ലൈൻസ് കൺസിഡർ ചെയ്യാം. സോ ഈ ഇക്വേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കർവ്സ് ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഷേഡഡ് റീജിയൻ ആണ്. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് വൈ ആക്സിസ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 0 മുതൽ 2 വരെയുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇന്റഗ്രൽ 0 to 2 ഏരിയ അണ്ടർ വിച്ച് കർവ്, ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ ഏരിയ അണ്ടർ എക്സ് സ്ക്വയർ. സോ ഷേഡഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, സോ നമുക്കറിയാം എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് റേസ് ടു 2 plus 1 ഡിവൈഡ് ബൈ 2 plus 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3. ഇനി ലിമിറ്റ് എവിടുന്നാണ്, 0 മുതൽ 2 വരെ. സോ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം, 2 ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 8 by 3. സോ ഏരിയ അണ്ടർ ദ കർവ്സ് എക്സ് ആക്സിസ് വൈ ആക്സിസ്
എക്സ് ഈക്വൽ ടു ആൻഡ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 8/3 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഏരിയ ഓഫ് ദ റീജിയൻ ഷോൺ ഇൻ ഫിഗർ 4.4.3. അതായത് നമ്മുടെ കേവ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. എക്സ് ആക്സിസിന്റെ വാല്യൂ 0 മുതൽ 1 വരെയാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ് എക്സ് ക്യൂബ് ഡി എക്സ്. ക്ലിയർലി എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്, എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4/4 ആണ്. ലിമിറ്റ് കൊടുക്കാം 0 മുതൽ 1 വരെ. നമുക്ക് എന്ത് കിട്ടും, 1/4 കിട്ടും. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി. സോ നമുക്ക് വെലോസിറ്റി അറിയാമെങ്കിൽ അതിൽ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഇഫ് എ പാർട്ടിക്കിൾ ഓൺ എക്സ് ആക്സിസ് ഹാവ് വെലോസിറ്റി v ഈക്വൽ ടു എഫ് ഓഫ് ടി. അതായത് v ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് കൊടുക്കാൻ കാരണം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ v ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് പൊസിഷൻ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് ടി. ഇവിടെയും എക്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ എഫ് ഓഫ് ടി, അതായത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. Then displacement f of b minus f of a between time t equal to a and t equal to b is obtained by integrating velocity from t equal to a and t equal to b. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് തിരിച്ചിട്ട് എങ്ങനെ പറയാം, വെലോസിറ്റിയുടെ ഇന്റഗ്രൽ വാല്യൂ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റിയുടെ ഇന്റഗ്രൽ എടുത്ത് നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതായത് ഇന്റഗ്രൽ a to b വെലോസിറ്റി dt എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ടൈം t equal to a to t equal to b. ഒരു എക്സാമ്പിൾ നോക്കാം. An object moving in straight line having velocity v equal to 5t raised to 4 plus 3t square at a time t. So നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. How far does the object travel between t equal to 1 and t equal to 2? So നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ ഓഫ് വെലോസിറ്റി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റഗ്രൽ ഓഫ് എവിടുന്ന് എവിടെ വരെയാണ്, ടി എന്ന് പറയുന്നത് 1 to 2. സോ ഇന്റഗ്രൽ 1 to 2 വെലോസിറ്റി. സോ ഇന്റഗ്രൽ 1 to 2 5t raised to 4 plus 3t square dt. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. 5t raised to 4 plus ഇന്റഗ്രൽ 3t square which is equal to ഇന്റഗ്രൽ 5t raised to 4 5 കോൺസ്റ്റന്റ് ആണ്, 5 പുറത്തെടുക്കുന്നു. ബാക്കി എന്താണുള്ളത്, ബാക്കി t raised to 4. സോ t raised to 4 ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, t raised to 4 ഇന്റഗ്രൽ t raised to 5/5 പ്ലസ് സെക്കൻഡ് ടേം എന്താണ് 3t സ്ക്വയർ ആണ്. സോ അതിൽ 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, 3 നമുക്ക് പുറത്തെടുക്കാം. 3 ഇൻറ്റു ബാക്കി എന്താണുള്ളത് t സ്ക്വയർ, t സ്ക്വയർ ഇന്റഗ്രൽ t ക്യൂബ് ബൈ 3. സോ ഇവിടെ 5 ഉം 5 ഉം ക്യാൻസൽ ആയി, 3 ഉം 3 ഉം ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് എന്ത് വരും, t raised to 5 പ്ലസ് t ക്യൂബ്. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ലിമിറ്റ് കൊടുക്കാം 1 to 2. സോ 1 to 2 കൊടുക്കുന്ന സമയത്ത് ആദ്യം എന്ത് കൊടുക്കാം, ടിക്ക് 2 കൊടുക്കാം. സോ നമുക്ക് 32 പ്ലസ് 8 കിട്ടും. പിന്നെ മൈനസ് ടിക്ക് 1 കൊടുക്കാം, 1 plus 1 സോ 38 കിട്ടും. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ദ ഒബ്ജക്ട് ട്രാവൽസ് 38 യൂണിറ്റ് ഓഫ് ലെങ്ത് ബിറ്റ്വീൻ ടി ഈക്വൽ ടു 1 ആൻഡ് ടി ഈക്വൽ ടു 2. അതായത് നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടായി, വെലോസിറ്റി ഉണ്ടായി. നമ്മൾ എന്ത് ചെയ്യുന്നു, വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ് കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ അടുത്ത നൊട്ടേഷൻ ഇന്റഗ്രൽ a to b f of x dx നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ഇന്റഗ്രൽ f of x dx ലിമിറ്റ് b to a. സോ ഇതൊരു നൊട്ടേഷൻ ആണ്. നെക്സ്റ്റ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ടെസ്റ്റ്. അതായത് ടു ചെക്ക് ദ ഗിവൺ ഫോർമുല ഇന്റഗ്രൽ f of x dx equal to capital F of x plus c, differentiate the right hand side and see if you get the integral f of x. അതായത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇന്റഗ്രൽ f of x dx ഈക്വൽ ടു f of x plus c, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ 3x raised to 8 dx equal to x raised to 9 by 3 plus c. സോ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, x raised to 9 by 3 plus c ആണ്.
So taking derivative with respect to x. So d by dx of x raised to 9 by 3 plus c. This is equal to 1 by 3 constant ആണ്, 1 by 3 പുറത്തെടുത്തു. ബാക്കി എന്താണ്? x raised to 9. x raised to 9 ഡെറിവേറ്റീവ് 9 into x raised to 8 പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3x raised to 8. സോ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ഓഫ് x raised to 9 by 3 plus c എന്ന് പറയുന്നത് 3x raised to 8 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇന്റഗ്രൽ ഓഫ് 3x raised to 8 എന്ന് പറയുന്നത് x raised to 9 by 3 plus constant എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽസ്. സോ സമ്മേഷന്റെ പ്രോപ്പർട്ടി പോലെ തന്നെയാണ് നമുക്ക് ഏകദേശം ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി വരാം. അതായത് ഇന്റഗ്രൽ ഓഫ് സമ്മേഷൻ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഇന്റഗ്രൽസ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇന്റഗ്രലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റഗ്രൽ എ ടു ബി സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോൺസ്റ്റന്റ് ടൈം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റിനെ ഇന്റഗ്രേഷനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സി ടൈംസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നെക്സ്റ്റ് നമ്മൾ നേരെ സമ്മേഷൻ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇന്റഗ്രേഷൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ബി ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. വേർ ബി ലൈസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി. നെക്സ്റ്റ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി സി ഡി എക്സ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റിനെ ഇന്റഗ്രേഷൻ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ സി ടൈംസ് ഇന്റഗ്രൽ എ ടു ബി ഡി എക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു സി ടൈംസ് എക്സ് ഫ്രം ബി ടു എ. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സി ടൈംസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ബി മൈനസ് എ. സോ നമുക്ക് എന്ത് കിട്ടും? സി ടൈംസ് ബി മൈനസ് എ എന്ന് കിട്ടും. നെക്സ്റ്റ് if f of x less than or equal to g of x for all x satisfying a less than or equal to x less than or equal to b. അതായത് നമ്മൾ ക്ലോസ് ഇന്റർവൽ എ ബി കൺസിഡർ ചെയ്യാം. ആ ക്ലോസ് ഇന്റർവൽ എ ബിയിലുള്ള ഇടയിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ ഫംഗ്ഷൻ വാല്യൂ എഫിന്റെ വാല്യൂ ജി യേക്കാളും കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഒരു എക്സ്ട്രാ നെഗറ്റീവ് സൈനും കൂടി വരും. സോ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ നോക്കാം ഇന്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആണെങ്കിൽ അവിടെ ഇന്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ തിയറം ആണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഫോർ ഓൾ എ ആൻഡ് ബി. ഓക്കെ, സോ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് നോക്കിക്കഴിഞ്ഞു. വേറൊരു വേർഷൻ, അതായത് ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ എക്സ്. ക്ലോസ് ഇന്റർവൽ എ എക്സിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എസും ആണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. നെക്സ്റ്റ് വെരിഫൈ ദ ഫോർമുല d by dx of integral a to x f of s ds equal to f of x for f of x equal to x. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം നമ്മൾക്ക് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എസ് ഡി എസ് കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ്. സോ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എസ് ആയിരിക്കും. സോ ഇന്റഗ്രൽ എസ് ഡി എസ്. സോ ഇന്റഗ്രൽ എസ് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എസ് റേസ് ടു 1 ഡി എസ് ആണ്. സോ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എക്സൈസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും. അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കാം, അതായത് എക്സ് സ്ക്വയർ
ബൈ ടു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം എ സ്ക്വയർ ബൈ ടു. സോ ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എസ് എന്ന് പറയുന്നത് കിട്ടി എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എ സ്ക്വയർ ബൈ ടു കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ഡെറിവേറ്റീവ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എ സ്ക്വയർ ബൈ ടു. ഇനി ഫസ്റ്റ് ടേം നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു ആണ്. സോ അവിടെ 1/2 കോൺസ്റ്റന്റ് ആണ്. 1/2 നമ്മൾ പുറത്തെടുക്കുന്നു. 1/2 ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ 2x. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് എ സ്ക്വയർ ബൈ ടു ആണ്. എ ഒരു കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. സോ എ സ്ക്വയർ ബൈ ടു കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0 ആണ്. സോ സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. നമുക്ക് ബാക്കി വരാം എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്യാണ്. അതായത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എസും ആണ്. നെക്സ്റ്റ് പ്രോബ്ലം, എ പാരാബോളിക് ഡോർവേ വിത്ത് ബേസ് 6 feet and height 8 feet is cut out of a wall. How many square feet of wall are removed? സോ നമുക്ക് ഫിഗർ നോക്കാം. നമ്മൾ ഫിഗറിൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 6 feet ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 8 feet ആണ്. സോ ഞാനിത് എക്സ് വൈ കോർഡിനേറ്റിൽ വൈ ആക്സിസിന് സിമെട്രിക് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. സോ ഹൈറ്റ് 8 ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താവും? ഇവിടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 8ഉം എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും 0 ആയിരിക്കും. ഇനി ബേസ് എന്ന് പറയുന്നത് 6 feet ആണ്. സോ ഞാൻ ഒറിജിനിൽ നിന്ന് സിമെട്രിക് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 30ഉം ഇത് -30ഉം കിട്ടും. ഇനി നമ്മൾക്കറിയാം ജനറൽ ഫോം ഓഫ് എ പരാബോള എന്ന് പറയുന്നതാണ് y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് സി ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ കയ്യിലുള്ള ഒരു കോർഡിനേറ്റ് ആണ് 0, 8 എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ എന്താണ്? 8 ആണ്. സോ നമ്മളത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 8 ഈക്വൽ ടു സി എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? സിയുടെ വാല്യൂ 8 ആണെന്ന് കിട്ടും. സോ നമുക്ക് y എങ്ങനെ എഴുതാനി? y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് 8 എന്ന് എഴുതാം. ഇനി എൻ്റെ കയ്യിൽ ഉള്ള വേറൊരു പോയിന്റ് ആണ് 30, അതുപോലെ തന്നെ -30 എന്ന് പറയുന്നത്. അതായത് 30 എന്ന് പറയുന്ന മീനിങ് എന്താണ്? 30 എന്ന് പറയുന്ന സമയത്ത് അവിടെ എക്സ് എന്ന് പറയുന്നത് 3ഉം y എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? y ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 3. സോ ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. yക്ക് 0 കൊടുക്കാം. 0 ഈക്വൽ ടു a ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 9a പ്ലസ് 8. സോ എനിക്ക് എന്ത് കിട്ടി? 9a പ്ലസ് 8 ഈക്വൽ 0 എന്ന് കിട്ടി. സോ a ഈക്വൽ ടു -8/9. സോ എയുടെ വാല്യൂ കിട്ടി. a ഈക്വൽ ടു -8/9. സോ ഞാൻ പരാബോളയുടെ ഇക്വേഷൻ y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് 8 ഈക്വൽ ടു എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -8/9 എക്സ് സ്ക്വയർ പ്ലസ് 8. സോ ഇതാണ് എൻ്റെ പരാബോള എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി എനിക്ക് എന്തില്ല? പരാബോളയുടെ ഇക്വേഷൻ ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? പരാബോളയിലുള്ള പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് പരാബോളയുടെ ഫോർമുല കണ്ടുപിടിക്കുന്നു. സോ ഇനി എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഷേഡഡ് റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് കണ്ടുപിടിച്ചാൽ മതി? -3 മുതൽ 3 വരെ നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ പരാബോള കവർ ചെയ്യുന്ന ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇന്റഗ്രൽ -3 to 3 നമ്മുടെ പരാബോള എന്ന് പറയുന്നത് എന്താണ്? -8/9 എക്സ് സ്ക്വയർ പ്ലസ് 8 ഡി എക്സ് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു, എനിക്ക് എന്ത് ചെയ്യാം? -8/9 എന്ന് പറയുന്നത് -8/9 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ബാക്കി എന്താണ് അവിടെ ഉള്ളത്? എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എന്താണ്? x³/3 പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 8 dx ആണ്. സോ 8 പുറത്തെടുക്കാം. 8 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരാ? ഇന്റഗ്രൽ dx വരും. ഇന്റഗ്രൽ dx എന്താണ്? എക്സ്. സോ എനിക്ക് എന്ത് കിട്ടും? -8/27 x³
പ്ലസ് 8x വരും. ഇനി ലിമിറ്റ് കൊടുക്കാം -3 മുതൽ 3 വരെ. സോ ലിമിറ്റ് കൊടുക്കാൻ നമുക്കറിയാം, ആദ്യം എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റ് കൊടുക്കാം മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. സോ നമുക്ക് വാല്യൂ കിട്ടും 32. സോ 32 സ്ക്വയർ ഫീറ്റ് ഹാസ് ബീൻ കട്ട് ഡൗൺ. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, 32 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sketch and find area of the region between x square and x plus 3 on -1, 1. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഗ്രാഫ് വരക്കാം. നമുക്കറിയാം ഇതാണ് എന്ത്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് വരക്കേണ്ടത് എന്താണ്, എക്സ് പ്ലസ് 3 ആണ്. നമുക്കറിയാം ഏകദേശം ഇതാണ്, ഇങ്ങനെയാണ് എന്ത് വരാം, y ഈക്വൽ ടു എക്സ് വരാം. സോ എക്സ് പ്ലസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി മുകളിലോട്ട് മാറിയിട്ട് വരും, ഫ്രം -1 to 1. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ ആണ്. സോ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത്, നമ്മൾക്ക് ഇന്റഗ്രൽ -1 to 1 എക്സ് പ്ലസ് 3 ഡി എക്സ് എന്താന്ന് നോക്കാം. ഇതിന്റെ മീനിങ് എന്താണ്, ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന കർവ്. സോ ഈ ലൈന് -1 മുതൽ 1 വരെ കവർ ചെയ്യുന്ന ഏരിയ. സോ നമുക്ക് എന്ത് വരും, ഈ ഫുൾ ഏരിയ വരും. അതായത് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ കൂടാണ്ട് ഈ താഴെയുള്ള ഈ രണ്ട് കുഞ്ഞു പോർഷൻസ് കൂടി ആര് കവർ ചെയ്യും, ഈ ഒരു ഇന്റഗ്രൽ കവർ ചെയ്യും. സോ നമുക്ക് എന്ത് വേണ്ട, ഈ രണ്ട് കുഞ്ഞു പോർഷൻ വേണ്ട, നമുക്കത് ഒഴിവാക്കണം. സോ ഈ രണ്ട് കുഞ്ഞു പോർഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. അത് ശരിക്കും നമ്മുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കേവ് ഈ -1, 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്ന പോർഷൻ ആണ്. സോ നമുക്ക് അത് മൈനസ് ചെയ്യണം. സോ -1 to 1 എക്സ് സ്ക്വയർ ഡി എക്സ്. സോ ഇതാണ് നമ്മുടെ എന്ത്, ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതിനെ രണ്ട് ഇന്റഗ്രലിനെയും ഒന്നിച്ച് എഴുതാം. അതായത് ഇന്റഗ്രൽ -1 to 1 എക്സ് പ്ലസ് 3 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി നമുക്ക് ചെയ്യാൻ അറിയാം, എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, 1/3 എന്ന് കിട്ടും. സോ ഇതാണ് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ്സ്. സോ നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. ഇനി ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ് ഇന്റർവൽ എ ബി. അതായത് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സിനും എല്ലാ എക്സ് വാല്യൂസിനും ജി ഓഫ് എക്സിനേക്കാളും ചെറുതാണെങ്കിൽ, അതായത് എല്ലാ എക്സ് വാല്യൂസിനും നമ്മുടെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാളും ചെറുതാണെങ്കിൽ, ആൻഡ് എഫ് ആൻഡ് ജി ആർ ഇന്റഗ്രബിൾ, നമ്മുടെ രണ്ട് ഫംഗ്ഷൻസും ഇന്റഗ്രബിളും ആണെങ്കിൽ, ഏരിയ ബിറ്റ്വീൻ എഫ് ആൻഡ് ജി, ഈ രണ്ട് ഫംഗ്ഷൻസിന്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ഇത്രയും ഓർത്താൽ മതി, അപ്പർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ. സോ ഇന്റഗ്രൽ എ ടു ബി അപ്പർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ ഡി എക്സ്. സോ ഇതാണ് ഏരിയ ബിറ്റ്വീൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്കെച്ച് ആൻഡ് ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൺ -2, 2. സോ നമുക്ക് അത് എന്ത് ചെയ്യാം, ഗ്രാഫ് വരക്കാം. സോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. ഇനി നമ്മൾക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന പാരബോളയാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് 1. അതായത് ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എവിടുന്ന് എവിടം വരെയാണ്, -2 മുതൽ 2 വരെ. അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, രണ്ട് കർവ് നമ്മുടെ കയ്യിലുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1ഉം y ഈക്വൽ ടു എക്സും. അതിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫോർമുല എന്താണ്, ഇന്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ജി ഓഫ് എക്സ് എന്താണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പർ ഫംഗ്ഷനും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ലോവർ ഫംഗ്ഷൻ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി, ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, -2 മുതൽ 2 വരെ. അപ്പർ ഫംഗ്ഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, നമ്മുടെ അപ്പർ ഫംഗ്ഷൻ ഏതാണ്, എക്സ് സ്ക്വയർ. ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 നമ്മുടെ അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -2 to 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. സോ നമുക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കൊടുക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ നമുക്ക് ആൻസർ കിട്ടും 28/3. ഇനി നമ്മളിപ്പോ പറഞ്ഞ സെയിം കാര്യം നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാണ്. അത് നമ്മളിപ്പോ എന്താണ് പറഞ്ഞത്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ക്ലോസ് ഇന്റർവൽ എ ബി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്
ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ഗ്രാഫ്സ് എഫ് ആൻഡ് ജി. നമ്മൾക്ക് അതായത് എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ എപ്പോഴും സെക്കൻഡ് ഫംഗ്ഷനേക്കാളും വലുതല്ല. ഏതോ പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനേക്കാളും താഴേക്ക് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. ടു ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ്സ് എഫ് ആൻഡ് ജി ആൻഡ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഈ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമ്മുടെ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സ്, അതായത് നമ്മുടെ ഇന്റർവെലിന്റെ ഉള്ളിൽ എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫസ്റ്റ് പ്ലോട്ട് ദ ഗ്രാഫ്സ് ആൻഡ് ലൊക്കേറ്റ് പോയിന്റ്സ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് എക്സ് എവിടെയൊക്കെ ആവുന്ന കണ്ടുപിടിക്കും. അതായത് എവിടെയൊക്കെയാണ് ഈ രണ്ട് ഫംഗ്ഷൻസും കൂട്ടിമുട്ടുക എന്ന് നോക്കാം. സപ്പോസ് ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ജി ഓഫ് എക്സ് ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതായത് എ സി എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് നമ്മുടെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാളും വലുതാണ്. പക്ഷേ സി ബി എന്ന് പറയുന്ന ഇന്റർവെല്ലില് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി എഫ് എക്സിനേക്കാളും ചെറുതുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ എ മുതൽ ബി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്തൊക്കെ, ഒന്ന് എ മുതൽ സി വരെയും രണ്ടാമത്തത് സി മുതൽ ബി വരെയും. സോ ഇവിടെ നമ്മുടെ മുകളിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, സെക്കൻഡ് ഇന്റർവെല്ലിൽ താഴെയുള്ള ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. സോ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഇന്റർവെൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവെൽ എ സിയിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ എ ടു സി. ഇനി അപ്പർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ. സോ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ആണ്. ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സെക്കൻഡ് ഇന്റർവെൽ നോക്കാം, സി ബി. അവിടെ അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ജി ഓഫ് എക്സ്, ലോവർ ഫംഗ്ഷൻ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ ഇന്റഗ്രൽ സി ടു ബി ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. സോ ഇത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി നോക്കി നമുക്ക് ഇത് തറാവും. അതായത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷേഡഡ് റീജിയൻ. സോ നമ്മുടെ കേവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു എക്സും ആണ്. നമുക്ക് നോക്കാം. സോ നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, y ഈക്വൽ ടു എക്സ് സ്ക്വയർ അതുപോലെ തന്നെ y ഈക്വൽ ടു എക്സ്. രണ്ടും എന്താണ്, നമുക്ക് y ഈക്വൽ ടു, സോ ഇക്വേറ്റ് ചെയ്യാം x ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്തുകൊണ്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്, ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇവിടെ y ഈക്വൽ ടു എക്സ്. സോ രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമുക്ക് എവിടെയൊക്കെയാണ് ഈ ഫംഗ്ഷൻ വാല്യൂസ് സെയിം ആവുക, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ രണ്ട് കേവുകൾ ഇന്റർസെക്ട് ചെയ്യുക, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എപ്പോഴൊക്കെയാണ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആവുക, ഒന്ന് എക്സ് ഈക്വൽ 0-ലും വേറൊന്ന് എക്സ് ഈക്വൽ ടു 1-ലുമാണ്. സോ നമ്മുടെ ഈ രണ്ട് ഫംഗ്ഷൻസ് കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ഒന്ന് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും, മറ്റൊന്ന് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു 0-ൽ നോക്കാം, നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് കൂട്ടിമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 1-ൽ നമുക്ക് എന്താ, രണ്ട് ഫംഗ്ഷൻസ് കൂട്ടിമുട്ടുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഏരിയ ഓഫ് ദ ഷേഡഡ് റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 0 മുതൽ 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. കാരണം എന്താണ്, 0 മുതൽ 1 വരെ നമ്മുടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ താഴെയുള്ളത്, പക്ഷെ 1 മുതൽ 2 വരെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ y ഈക്വൽ എക്സിനേക്കാളും മുകളിലാണ്. സോ നമ്മൾ ഇന്റഗ്രൽ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to 1-ഉം സെക്കൻഡ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to 2. ഇനി നോക്കാം, ഫസ്റ്റ് ഇന്റഗ്രൽ അതായത് 0 to 1, അപ്പൊ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം, 0-1 എന്ന് പറയുന്ന ഇന്റർവെൽ കൺസിഡർ ചെയ്യാം. അവിടെ അപ്പർ ഫംഗ്ഷൻ എന്താണ്, അവിടെ അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ അപ്പർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ എന്താണ്, എക്സ് സ്ക്വയർ ആണ്. സെക്കൻഡ് 1-2 എന്ന് പറയുന്ന ഇന്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, മൈനസ് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. സോ ഏരിയ ഓഫ് ദ ഷേഡഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും, ഏരിയ ഓഫ് ദ ഷേഡഡ് റീജിയൻ എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. നെക്സ്റ്റ്, ടോട്ടൽ ചേഞ്ച് ഫ്രം റേറ്റ്സ് ഓഫ് ചേഞ്ച്. അതായത് ഇഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് for a less than or equal to x less than or equal to b is given by r equal to f of x, then change in q is obtained by integrating delta q equal to, delta q എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച്, അതായത് q of b minus q of a
ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒന്നുമില്ല, ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ ടു എ ടബ് അറ്റ് 3t² plus 60 liters per minute at time t. Between t equal to 0 and t equal to 2, how many liters enters to the tub during the period? So നമ്മുടെ ഫോർമുല പ്രകാരം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ഓഫ് ബി മൈനസ് ക്യൂ ഓഫ് എ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമ്മുടെ ലെറ്റ് ക്യൂ ഓഫ് ടി ഡിനോട്ട് ദ നമ്പർ ഓഫ് ലിറ്റേഴ്സ് അറ്റ് ടൈം ടി. സോ നമുക്ക് എന്തുണ്ട്? ക്യൂ ഡാഷ് ഉണ്ട്, ക്യൂ ഡാഷ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ക്യൂ ഡാഷ് ഈക്വൽ ടു 3t² plus 60. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ ബി എന്താണ്? ബി എന്ന് പറയുന്നത് 2 ആണ്, എ എന്ന് പറയുന്നത് 0 ആണ്. സോ ക്യൂ ഓഫ് ബി മൈനസ് ക്യൂ ഓഫ് എ എന്ന് പറയുന്നതാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 20. നെക്സ്റ്റ്, ദ സ്ലൈസ് മെത്തേഡ്. സോ ലെറ്റ് S be a solid and Px be family of parallel lines such that S lies in between PA and PB. സോ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സോളിഡ് കൺസിഡർ ചെയ്യാം. ഫിഗർ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു സോളിഡ് കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ആ സോളിഡിലൂടെ ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്നു. സോ ആ പ്ലെയിൻ എന്ന് പറയുന്നത് സോളിഡിൽ ഒരു ഏരിയ ആയിട്ട് എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യും. ആ ഏരിയ നമ്മൾ എന്ത് വിളിക്കുന്നു? AX എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ലെറ്റ് S be a solid and Px is family of parallel planes such that S lies between PA and PB. The area of slice S cut by Px is A of x. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സോളിഡിനെ ഒരുപാട് പാരലൽ പ്ലെയിൻസ് വെച്ച് കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്റർസെക്ഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എടുക്കുന്നു? A of x എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ്. അതായത് നമ്മൾ പി എ പി ബി, ഈ ഫസ്റ്റ് ഫിഗർ നോക്കാം. നമുക്ക് രണ്ട് പ്ലെയിൻ എടുക്കാം. ഈ രണ്ട് പ്ലെയിൻ കട്ട് ചെയ്യുന്നു. സോ പി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നമ്മൾ എന്തെടുക്കുന്നു? എ ഓഫ് എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എ ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, വോളിയം ഓഫ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ഡിസ്ക് മെത്തഡ്. അതായത് ദ വോളിയം ഓഫ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ റിവോൾവിംഗ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ് എ ബി അബൌട്ട് ദി എക്സ് ആക്സിസ് ഈസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഒരു കേവ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന ഇന്റർവെൽ നമുക്ക് ഒരു കേവ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് ആക്സിസിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. സോ നമ്മൾക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സോളിഡ് ഉണ്ടാവും. അതിന്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ വോളിയം എന്ന് പറയുന്നത് പൈ ടൈംസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം ഇൻ ക്ലോസ് ഇന്റർവൽ എ ബി. സോ ക്ലോസ് ഇന്റർവൽ 0,1. സോ ക്ലോസ് ഇന്റർവൽ 0,1 എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസിനെ റിവോൾവ് ചെയ്യിക്കുന്നു. സോ ഇതാണ് നമുക്ക് റിവോൾവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഈ ഷേപ്പിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇതാണ് നമ്മുടെ ഫോർമുല, പൈ ടൈംസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതായത് പൈ ടൈംസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. പൈ ടൈംസ് ഇന്റഗ്രൽ എ ടു ബി, നമ്മുടെ എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. സോ ഇന്റഗ്രൽ 0 to 1. ഇനി നമ്മൾ റിവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പൈ ടൈംസ് ഇന്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 4 ഡി എക്സ്. ഇതാണ് വോളിയം ഓഫ് ദിസ് ഷേപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആവറേജ് വാല്യൂ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ ഇന്റഗ്രൽ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി. അതായത് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആണെങ്കിൽ then the average value f bar of x of f on closed interval a b defined by the formula 1 by b minus a integral a to b f of x dx. അതായത് ഈ 1 by b minus a എന്ന് പറയുന്നത് എന്താണ്? 1 by b minus a എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ.
ബി മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ഇന്റർവെൽ. സോ 1/b-a ഇൻറ്റു ഇന്റഗ്രൽ a to b f of x dx. ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ f of x ഇൻ ക്ലോസ് ഇന്റർവെൽ a b എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. f of x ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ക്ലോസ് ഇന്റർവെൽ 0-2. സോ നമ്മുടെ ഫോർമുല പ്രകാരം 1 ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ, അതായത് 2 - 0 ഇന്റഗ്രൽ 0 to 2 നമ്മുടെ ഫംഗ്ഷൻ f of x. സോ എക്സ് സ്ക്വയർ ഡി എക്സ്. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടും ആവറേജ് വാല്യൂ ഓഫ് f of x ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ക്ലോസ് ഇന്റർവെൽ 0-2 എന്ന് പറയുന്നതാണ് 4/3 ആയിരിക്കും. നെക്സ്റ്റ്, മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. സോ നമ്മൾ കണ്ടിന്യൂറ്റി എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു മീൻ വാല്യൂ തിയറം പഠിച്ചു കഴിഞ്ഞു. കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ മീൻ വാല്യൂ തിയറം പഠിച്ചു കഴിഞ്ഞു. സോ ഇവിടെ നമ്മൾ പറയുന്നത് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ് ആണ്. അതായത് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി, then there exists a point x0 in open interval ab such that f of x0 equal to 1/b-a integral a to b f of x dx. അതായത് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾക്ക് ഫംഗ്ഷൻ വാല്യൂ 1/b-a ഇന്റഗ്രൽ a to b f of x dx അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു പോയിന്റ് എവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് 4 മൊഡ്യൂൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാം. നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നല്ലതുപോലെ സഹകരിക്കാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.